സണ്ണിയച്ഛൻ ചെയ്തതെല്ലാം ശരിയാണ്. ഞാനൊന്ന് അന്വേഷിക്കട്ടെ, നമുക്ക് വേണ്ടത് ചെയ്യാം. പക്ഷേ പെട്ടെന്നുണ്ടാവുന്ന ഇമോഷണൽ അറ്റാച്ച്മെന്റിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർ അതേ സെൻസിൽ എടുക്കണമെന്നില്ല. ചിത കത്തിക്കാന്നൊക്കെ പറഞ്ഞ സണ്ണിയച്ഛനെ എനിക്ക് മനസ്സിലാവും. പക്ഷെ വിശ്വാസികളിൽ അതൊക്കെ മുറിവുകൾ ഉണ്ടാക്കില്ലേ? കാര്യങ്ങൾ കുറച്ചുകൂടി പക്വതയോടെ കൈകാര്യം ചെയ്യാൻ സണ്ണിയച്ഛൻ പഠിക്കണം. അല്ല, അതും അച്ഛൻ്റെ കുഴപ്പമല്ല. ഇത്രയും കാലം പുറം ലോകവുമായി ബന്ധമില്ലാതെ ജീവിച്ചതല്ലേ. ഇനി എന്ത് ചെയ്താലും എന്നോടൊന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതി. God bless you, my son. അപ്പച്ചൻ എന്നെ ഒന്നും മിണ്ടാത്തെ? ഈ രാത്രി ഇരുട്ടി വിളിക്കുമ്പോൾ അയാൾ നാട്ടുകാരുടെ മുമ്പിൽ ഉള്ളതെല്ലാം വിളിച്ചു പറയും. അതോടെ തീരുമല്ല. എന്നേലൊന്ന് പറ അപ്പച്ച. മനസ്സിന്റെ സമനില തെറ്റിയ ആർക്കേലും എന്തേലും പറയാൻ പറ്റൂടാ? ഇനി അഥവാ പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കൂടാ? എന്നുവെച്ചാ കുഞ്ഞപ്പൻ ചേട്ടാ, ചായ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴേ പക്ഷെ മദർ, എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? ഇതിപ്പോ ഒരു ട്രാൻസ്ഫർ മാത്രമല്ലേ, സാരമില്ല. കാര്യങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കാൻ ഇത് തന്നെയാ നല്ലത്. പോകാനൊരിക്കലും എന്നാ സിസ്റ്റർ, എന്നാ ഈ നേരത്ത്? എനിക്ക് സ്ഥലം മാറ്റാ. പോണേന് മുമ്പ് അച്ഛനെ കണ്ടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. കണ്ടിട്ട് പോയാൽ മതിയെന്ന് കപ്പിയാരും പറഞ്ഞു. സിസ്റ്റർ വാ. സ്നേഹാലയത്തിൽ ഇപ്പോൾ താമസിക്കുന്നവരും മരിച്ചുപോയവരുമായ അനാഥരുടെ ശരിയായ പേര് വിവരങ്ങളും മറ്റ് വിശദാംശങ്ങളുമാണ്. ഇന്നിവിടുന്ന് പോയാൽ ഒരുപക്ഷെ ഇനി ഒരിക്കലും എനിക്കത് തരാൻ കഴിഞ്ഞില്ല എന്ന് വരും. അതാ ഇത്ര വൈകിട്ടും കാത്തു നിന്ന്. ഞാൻ പിതാവിനോട് പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കാവുന്ന വാക്കും തന്നിട്ടുണ്ട്. എങ്ങോട്ടാ സ്ഥലം മാറ്റം? കാഞ്ഞിരപ്പള്ളിക്ക്. പോകുന്നതിന് മുമ്പ് വീട് വരെ ഒന്ന് പോയിട്ട് വരായിരുന്നില്ലേ? എന്തു പറ്റി സിസ്റ്റർ? എൻ്റെ വീടും വീട്ടുകാരും ഒക്കെ ഗവൺമെന്റ് തന്നെയാ. സ്വന്തക്കാരൊക്കെ? ചാച്ചനും അമ്മച്ചിക്കും ഞാൻ ഒറ്റ മോളായിരുന്നു. ജീപ്പ് ഡ്രൈവറായിരുന്നു ചാച്ചൻ മുണ്ടക്കയത്ത്. എന്നെ സ്കൂളിൽ ചേർക്കാൻ പുതിയ ഉടുപ്പും ബാഗും ഒക്കെ വാങ്ങാൻ ടൗണിൽ പോയതാ. രണ്ടുപേരും പിന്നെ മടങ്ങി വന്നില്ല. ജീപ്പ് മലവെള്ളത്തിലേക്ക് മറിയായിരുന്നു. ചെറിയമ്മയുടെ വീട്ടിലാ ഞാൻ വളർന്നത്. സ്കൂളിങ് കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കാൻ കഴിയാണ്ടായി. സ്വന്തം മകളെ പോലെ കരുതേണ്ട ചെറിയച്ഛൻ ഒടുവിൽ ഇടവക വികാരിയാ കോൺവെന്റിൽ എത്തിച്ചത്.
ആരും തുണയില്ലാത്തവർക്ക് ദൈവം തുണയുണ്ട് സിസ്റ്ററെ. ഇനിയിപ്പോൾ നേരത്തെ ബസ്സൊന്നും കിട്ടിയാല. ഇന്നൊരു ദിവസം കപ്പേരുടെ വീട്ടിൽ തങ്ങിട്ട് നാളെ കാലത്തെ പോവാം. ഞാൻ പറയാം. സിസ്റ്റർ വാ. അച്ചോ, അപ്പൊ ഇതാണല്ലയോ പാതിരാ കുറവാന. ഇപ്പൊ എല്ലാരും കണ്ടില്ലയോ പുണ്യാളച്ചന്റെ തനി കോണം. ഇങ്ങോട്ട് ഇറങ്ങി നില്ലടാ. ഇടവക വിശ്വാസികൾ നിന്നെ ശരിക്കൊന്ന് കണ്ടോട്ടെ. ഇത് വിശ്വസിക്കില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. സത്യം എന്താണെന്ന് വെച്ചാൽ കൊള്ളരുതായ്മകൾ മുഴുവൻ കാണിച്ചതും പോരാ, ഇനിയും താൻ പറയുന്നത് ഞങ്ങളങ്ങ് വിശ്വസിക്കണം ഇല്ലയോ? അടിച്ചു കൊല്ലടാ ഇവനെ. അച്ഛനൊന്നും ചെയ്യരുത്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞയച്ചത്. സിസ്റ്റർ പിന്നെ എന്തിനാ രാത്രിയോടെ പോയത്? ഇത് പക്ഷേ ഇപ്പോൾ എൻ്റെ തീരുമാനമല്ല, ഔദ്യോഗികമായി അറിയിപ്പ് വന്നു. സോഫി ഇപ്പോൾ മഠത്തിന് പുറത്താണ്. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചാലും സമൂഹത്തിൻ്റെയും വിശ്വാസികളുടെയും എതിർപ്പ് മറികടന്ന് സോഫിയെ ഇവിടെ നിർത്താൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എങ്ങോട്ട് പോകുന്നു ഒരിക്കലെങ്കിലും സോഫി ചിന്തിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ അത് ആലോചിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ഭാരം കോൺഗ്രിഗേഷൻ ചുമക്കേണ്ട ബാധ്യതയുമില്ല. പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ആലോചിച്ചൊരു തീരുമാനം കൂടി എടുത്തോളൂ.